ഈ കേസ് പൊളിക്കുക എന്നുള്ളത് പോലീസിൻ്റെ ഒന്നാം ദിവസത്തെ അജണ്ടയാണ്. ദിലീപിലേക്ക് ഈ കേസ് വരുന്നപ്പോഴാണ് ദിലീപിലേക്ക് കേസ് വരുന്നത് പൾസർ സുനി ജയിലിൽ നിന്ന് ഒരു കത്തയച്ചു. ആ കത്ത് ഫ്ലോട്ട് ചെയ്തു, മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നു. അപ്പോൾ ദിലീപ് ഇത് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് DGPക്ക് കൊടുത്തു. ഈ കത്ത് കിട്ടിയപ്പോൾ ഈ കത്ത് വെച്ചിട്ട് പിന്നെ ദിലീപിലേക്ക് അന്വേഷണം വരികയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും, സാധാരണ നമ്മളൊരു കേസിൽ പിടിച്ച് അറസ്റ്റ് ചെയ്ത് നമ്മളെ പോലീസ് എന്തൊക്കെയാണ് ചെയ്യുക? ഒരു ഗൂഢാലോചന കേസാണ്, എന്താ ചെയ്യുക? ആദ്യം ഫസ്റ്റ് ചെയ്യുന്ന പണി എന്താണ്? ആ ഫോൺ അവിടെ വയ്ക്കുമെന്ന് പറയും, അല്ലേ? ചോദ്യം ചെയ്യുമ്പോൾ ഫസ്റ്റ് പറയുന്നതാണ്, നിങ്ങളുടെ ഫോൺ അവിടെ വയ്ക്കും, മാറ്റി വയ്ക്കുമെന്ന് പറയും. എന്തിനാണ്? ഫോൺ കോൺഫിസ്കേറ്റ് ചെയ്യുക എന്നുള്ളത് ആദ്യം ചെയ്യുന്ന പണിയാണ്. 33 മണിക്കൂറാണ് ആലുവ പോലീസ് ക്ലബ്ബിൽ ദിലീപിനെ ചോദ്യം ചെയ്തത്. ഈ 33 മണിക്കൂർ ചോദ്യം ചെയ്തിട്ട് ദിലീപെ ആ ഫോൺ കിട്ടാമെന്ന് പറഞ്ഞില്ല. 84 ദിവസം ജയിലിൽ നിന്ന് പുറത്തു വന്നിട്ടാണ് അന്വേഷണ സംഘം ചോദിക്കുന്നത്, ഫോൺ തരാമോ? സൗകര്യമില്ലാന്ന് ദിലീപ്. എന്നിട്ട് അന്വേഷണ സംഘം കോടതി പോവാണ്. പ്രതി എന്ത് ചെയ്യുന്നില്ല? അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു കേസ്? എന്നിട്ട് കോടതി പറയുമ്പോൾ ദിലീപ് എന്ത് ചെയ്യുന്നു? 4-5 പുതിയ ഐഫോൺ മേടിച്ചു കൊണ്ടുപോയി കൊടുക്കുന്നു. ഇതാണ് എൻ്റെ ഫോൺ എന്ന് പറഞ്ഞു. 84 ദിവസം ജയിലിൽ കിടന്ന സമയം, അതിനു മുമ്പുള്ള സമയങ്ങൾ, ഈ ക്രൈം നടന്നിട്ട് ദിലീപിലേക്ക് കേസ് എത്തുന്ന മാസങ്ങൾക്ക് ശേഷം ജൂണിലോ ജൂലൈയിലോ മറ്റാണ്. ഇത്രയും മാസം പോരെ തെളിവ് നശിക്കാൻ? പ്രാഥമികമായ ഗോൾഡൻ അവറിൽ തെളിവുകൾ നശിപ്പിക്കപ്പെട്ടൊരു കേസിലാണ് ദിലീപിനെ പിടിച്ച് അറസ്റ്റ് ചെയ്യുന്നത്, ജയിലിലിടുന്നത്. എന്നിട്ട് ഈ കോടതിയിൽ അന്വേഷണ സംഘം എന്താണ് ഹാജരാക്കിയത്? ഗൂഢാലോചന നടത്തിയതിന് തെളിവില്ല. ദിലീപും പൾസർ സുനിയും നേരിട്ട് കണ്ടതിന് സാക്ഷിമൊഴികളില്ല. ദിലീപിൻ്റെ മോട്ടീവ്, ഈ ഇരയോട് വൈരാഗ്യമുണ്ടായിരുന്നു. വൈരാഗ്യം എന്നുള്ള മനസ്സിലുള്ള സാധനമാണല്ലോ, അതിനെങ്ങനെ തെളിയിക്കും? അതിന് സാക്ഷിമൊഴികൾ വേണം. ആരൊക്കെയാണ് സാക്ഷികളാക്കി വെച്ചത്? ദിലീപിൻ്റെ സന്തത സഹചാരികളും ദിലീപിൻ്റെ പിന്താങ്ങികളുമാണെന്ന് അറിയുന്ന ഇടവേള ബാബു മുതലുള്ള മുഴുവൻ സിദ്ദീഖ് വരെയുള്ള നടിതടംബരെയാണ് ഈ അന്വേഷണ സംഘം ദിലീപിൻ്റെ വൈരാഗ്യം തെളിയിക്കാൻ സാക്ഷിയാക്കിയത്. ഈ കേസ് പൊളിക്കുക എന്നുള്ളത് പോലീസിൻ്റെ ഒന്നാം ദിവസത്തെ അജണ്ടയാണ്. ദിലീപ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോൺ ദിലീപിൻ്റെ അഭിഭാഷകർ വഴി ബോംബെയിലേക്ക് കൊടുത്തയക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് മുഴുവൻ സാധനങ്ങൾ ഡിലീറ്റ് ചെയ്യുന്നു, റെക്കോർഡ് ചെയ്യുന്നു. അതിൽ വലിയ ഫയലുകൾ റെക്കോർഡ് ചെയ്യുന്നു. എന്താണെന്ന് വെച്ചാൽ ഇത് ട്രേസ് ചെയ്ത് കണ്ടുപിടിക്കരുത്. ഡിജിറ്റൽ എവിഡൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റെക്കോർഡ് ചെയ്ത ഉപകരണം ഹാജരാക്കാൻ, ഡിവൈസ് ഹാജരാക്കുക എന്നുള്ളതാണ്. അതില്ല. ദിലീപിൻ്റെ ഫോണില്ല, പൾസർ സുനി റെക്കോർഡ് ചെയ്ത ഫോണില്ല. ഇത് ആദ്യമായി രേഖപ്പെടുത്തപ്പെട്ട മെമ്മറി കാർഡില്ല. അതിൽ നിന്ന് കോപ്പി എടുത്ത മെമ്മറി കാർഡാണ് കോടതിയിൽ പിന്നീട് ഹാജരാക്കിയത്. ആ മെമ്മറി കാർഡ് കോടതിയിൽ വെച്ച് ടാമ്പർ ചെയ്യപ്പെട്ടെന്നുള്ള ആക്ഷേപമാണ് ഉണ്ടായത്. പോലീസ് ഒരു തെളിവ് ഹാജരാകാതിരിക്കാനുള്ള ജാഗ്രത കാണിച്ചിട്ടുണ്ട് ഈ കേസിൽ. പിന്നെ എങ്ങനെ പ്രോസിക്യൂഷൻ കേസ് വാദിക്കും?